ഹായ് നമസ്കാരം, കപ്പിൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു ഇതാണല്ലേ, വീഡിയോ ആണല്ലേ. എന്താണത്? നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ പരിപ്പളക്കിയ സ്ട്രേഞ്ചർ തിങ്സ്, അതിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5 ഇറങ്ങിയിട്ടുണ്ട്. അത് 4 എപ്പിസോഡ്. അതെ, 4 എപ്പിസോഡ്. അപ്പൊ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം എന്താണ് സ്ട്രേഞ്ചർ തിങ്സ്, ഒരു റിവ്യൂ ഒറ്റ വാക്കിൽ പറയാം. എടാ, മാസ് മരിയും എന്നല്ല വേറെ ഒന്നും പറയാൻ പറ്റൂല. നമ്മളിപ്പോ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും ഒക്കെ കണ്ട് അപ്പം എല്ലാരും പറഞ്ഞൊരു കാര്യമാണ്, എല്ലാത്തിനും സ്ഥിരം സ്റ്റോറി അവർ ഉപയോഗിക്കുന്നു. അതായത് ഒരു വില്ലൻ വരുന്നു, അതിനെ ഇല്ലാതാക്കുന്നു, വില്ല വരുന്നു, 2, 3, 4 വില്ല വരുന്നു, ഇല്ലാതാക്കുന്നു. ഇത് അങ്ങനെയായിരുന്നു എല്ലാവരും കുറെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് അവർ എടുത്തു വെച്ചേക്കുന്നത് ഓരോന്നിലും ഞെട്ടിച്ചുകൊണ്ടാണ് ഓരോ സീസണും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ 5 വന്നപ്പോഴത്തേക്കും അങ്ങനെയല്ല, സ്റ്റോറിയിൽ ഉൾപ്പെടെ അവർ മാറ്റം വരുത്തി പുതിയൊരു ഹീറോയെ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് സീസൺ 4 മറ്റൊരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് എനിക്ക് ഇതിപ്പോ റിവ്യൂ കണ്ടാലും സിനിമ കണ്ടാലും മാത്രമേ കാണാവൂ. അപ്പം അതായത് സീസൺ 4 ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി, ഹോക്കിൻസ് മൊത്തം ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ട് സീസൺ 5 വന്നപ്പോഴത്തേക്ക് അതിന്റെ കണ്ടിന്യൂഷൻ, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നത്. എന്തുണ്ടായി, അവരുടെ ആഫ്റ്റർ ലൈഫ് എങ്ങനെയാണ്, ആ ഒരു സ്പേസ് മിലിറ്ററി കവർ ചെയ്ത് അവിടെ ഒരു ബാക്കിയുള്ളവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവരുടെ ആഫ്റ്റർ ലൈഫ് പോകുന്നു. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങി സീസൺ 4 അതായത് 4ാമത്തെ എപ്പിസോഡിൽ എത്തിയപ്പോഴത്തേക്ക് അവർ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഒരു എന്താ പറയാ, കിടിലം ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞ അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവൻ പറഞ്ഞ കണക്ക് ഹോക്കിൻസിന്റെ ആഫ്റ്റർ ലൈഫ്, ഇങ്ങനെ ഒരു സംഭവം ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഹോക്കിൻസിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയവര്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, ഈ ക്യാരക്ടേഴ്സ് നമ്മൾ ചെറുതിലേ തൊട്ട് അവരെ കാണുന്നതാണ്. സീസൺ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അത് സ്ട്രേഞ്ചർ തിങ്സ്. അപ്പൊ അവര് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നമ്മൾ 15ാം വയസ്സിൽ ഒരു കാര്യത്തിനെ സമീപിക്കണ പോലെ ആയിരിക്കില്ല 20ാമത്തെ വയസ്സിൽ സമീപിക്കും. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സിനും അവരൊരു രീതി ഉണ്ടല്ലോ, അതുവരെ അവര് തിങ്ക് ചെയ്താണ്, അവർ വൃത്തിയായിട്ടാണ് അത് ക്ലീൻ ആയിട്ട് സ്ട്രേഞ്ചർ തിങ്സ് അവർ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ലൂക്കസിന്റെ ഒരു സഹോദരിയുടെ ഒരു സ്വഭാവം ഉണ്ട്, ഒരു ക്യാരക്ടർ. അപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടൊരു സ്വഭാവമല്ല, കുറച്ചും കൂടെ മെച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്ത, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ തോന്നുന്നു വില്ലിന് മറ്റേ ഫീലിങ്സ് വരൂലടാ. നമ്മള് ആദ്യത്തെ സീസണിലൊക്കെ കാണുമ്പോഴത്തേക്കും പുള്ളി നല്ല പേടിക്കും. അത് പിന്നെ ഓർമ്മ പറയുന്നത് ആ ഒരു സംഗതിയുണ്ട്, പേടിയില്ല. അതുപോലെ തന്നെ പിന്നെ വില്ലിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ലാസ്റ്റ് ഇപ്പൊ കാണിച്ചത് എന്തോന്നാണ് ചെയ്തു വെച്ചിരിക്കണത്. നമ്മളിങ്ങനെ വായി തുറന്നു നിന്നു, അങ്ങനത്തെ ഓരോ സീനുകൾ. പിന്നെ ഈ സ്ട്രേഞ്ചർ തിങ്സിന്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ 4 ഇപ്പൊ എപ്പിസോഡ് ഇറങ്ങിയ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളെ ബെസ്റ്റ് സീൻ ഏതാണ്? എടാ, സീന് 4ാമത്തെ എപ്പിസോഡിൽ തന്നെ നീ പറഞ്ഞ ആ വില്ലിന് പവർ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അതിന് മുമ്പ് അവിടെ ഒരു വാറ് പോലെ നടക്കണില്ലേ, അത് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതൊരു ഒറ്റ സീനിൽ എടുത്ത കുറെ ഭാഗമുണ്ട്. അതായത് ഇവിടെ നിന്ന് വെടിവെക്കുന്നു, അപ്പൊ ഡെമോഡോർഗ അവിടെ വേറെ ചാടി വരുന്നു, അപ്പൊ ബാക്കിൽ കൂടെ വേറെ ഇപ്പം മറ്റേ വണ്ടിയുടെ ബാക്കിൽ കൂടെ കിടന്ന് കറങ്ങി, അങ്ങനത്തെ ഒരു സീനുണ്ട്. അതിന്റെ ഇടയിലാണ് മറ്റേ കണ്ണ് തലയിൽ കൂടെ ഇങ്ങനെ കുത്തി എടുക്കണ ആ സാധനം. ആ ഒരു സീനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഒറ്റ ഷോട്ട്. നിനക്കാ? എനിക്ക് സെയിം തന്നെയാണ്. അതിനോടൊപ്പം പറയേണ്ടിരുന്ന മാക്സിന്റെ ഒരു റീ എൻട്രി. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു എൻട്രി ട്വിസ്റ്റ് ആയിരുന്നു. ശരിയാണ്. ഏതാണ്ട് 3ാമത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ആണ് ഇത് കൊണ്ട് നിർത്തുന്നത്. ഞാൻ ആദ്യം കാര്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെ ആണാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ ലുക്കല്ലേ, ഒരു പ്രത്യേക ഫീലിൽ അത് വന്ന് നല്ലൊരു എൻട്രി കൊടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. കിടിലായിട്ട് ചെയ്തത്, സൂപ്പറായിട്ട് സീൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനും കൂടെയാണ് ലാസ്റ്റത്തെ മറ്റേ വില്ല് മറ്റേ കൺട്രോൾ ചെയ്യുമല്ലോ, ആ സമയത്ത് ഇങ്ങനെ മറ്റേ ഡെമോഡോർക്ക് ഇതെന്താ അങ്ങോട്ട് എത്താത്തെന്ന് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമല്ലോ. അത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാധനം. അതൊരു എല്ലാരും ഇങ്ങനെ വായിന്ന് പറഞ്ഞു, വില്ലിന്റെ അമ്മയ്ക്ക് ഇത് എന്റെ മോന് പവർ എന്തൊക്കെയാണ് നടക്കണേ, മറ്റേ ബാഹുലിനെ പോലെ എന്റെ മകൻ
സെറ്റായിരുന്നു. അതേപോലെ മറ്റേ മൈക്ക് മറ്റേ അടക്കും അതേപോലെ എടാ മറ്റേ വേഗം ഇറങ്ങി വരുമല്ലോ, അതിന്റെ അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോ വില്ലിന്റെ അമ്മ എന്റെ മോനെ തൊട്ട അവന് മാറി. എടാ സംഭവേ അവര് നമ്മൾ പല കഥകളും അതിൽ കൂടെ പറയാൻ പറ്റും. കാരണം ഇപ്പം എല്ലാവരെയും കൊല്ലുന്നു ഡേമോട് പറയാം, പക്ഷെ വില്ലിന്റെ അമ്മയെ മാത്രം കൊന്നില്ല. ഫ്രണ്ട് വന്ന് നിന്നിട്ടും ഇല്ല. പക്ഷെ വേണമെങ്കിൽ അതിന് വേറൊരു തിയറി പറയാം. അത് ആക്ച്വലി വില്ല് കാണുന്നുണ്ട്, അമ്മയാണെന്നുള്ള ഒരു രീതിയിൽ. അതൊക്കെ വില്ല് കാണുന്നുണ്ട്. അപ്പം വില്ല് വേണമെങ്കിൽ പറയിലോട്ട് തിരിഞ്ഞതും ആവാം, അങ്ങനെയും പറയാം. കാരണം ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. എന്തോ വേറൊരു തിയറി പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് കാണിക്കുമ്പോഴത്തേക്ക് ഹെൻറിയും ഇവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് റൂമറുകളുണ്ട്, പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത കുറച്ച് മിത്തുകൾ. ഒരു സാധനം മിത്തൊന്നല്ല, നമ്മളെ ഒരു സ്റ്റോറി, കുക്ക്ഡ് അപ്പ് സ്റ്റോറി. ഇതെന്താ പറയണ പ്രഡിക്ഷൻ സ്റ്റോറി. വേറെ കാര്യമുണ്ട്, നമ്മളെ ചാനലിന്റെ ചരിത്രത്തിൽ ഇതേവരെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തൊന്നും തെറ്റിട്ടില്ല. അത് ശരിയാണ്. പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു ചെയ്താൽ നോക്കാം അല്ലേ? കണ്ടാ നമ്മള് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, കുറച്ച് വ്യൂസേ ഉള്ളെങ്കിൽ പോലും നമ്മളൊരു സംഭവമാണ്. നമ്മള് പറയണതൊക്കെ നമ്മള് ആരൊക്കെ പ്രഡിക്ഷൻ എന്ന് പറയുന്ന പല കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. അതല്ലേ? അപ്പൊ നമ്മൾ ഈ പല സ്റ്റോറികളും പ്രഡിക്ഷനും എല്ലാം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങള് ഇപ്പൊ സ്ട്രേഞ്ചർ തിങ്സ് ഇറങ്ങുന്നതിന് മുമ്പ് അവരൊരു നെറ്റ്ഫ്ലിക്സ് നമ്മൾ ട്രെയിലർ ഇട്ടായിരുന്നു. ആ ട്രെയിലറിലെ പല സീനുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കുറച്ച് ഒരു 90% സീൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു 10% സീൻസ് അതാണ് മെയിൻ സാധനങ്ങളാണ്. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ എല്ലാം കൂടെ ചെയ്തുകൊണ്ട് നമ്മളെ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് പ്രഡിക്ഷനും ഈ ട്രെയിലറിന്റെ വരാത്ത സീനുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി അപ്പം ഞാൻ നിങ്ങളുടെ ചോദിക്കണത്, ഇപ്പം വന്നതില് ഏതൊക്കെ ക്യാരക്ടേഴ്സിനാണ് അതായത് ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കൊന്നും തോന്നിയത് മറ്റേ ലൂക്കസിന്റെ അനിയത്തിക്ക് ആ ഒരു മാറ്റം ഫിസിക്കലി മാത്രമല്ല, മൊത്തത്തിൽ ഒരു മാറ്റമുണ്ട്. പിന്നെ എനിക്ക് മറ്റേ ലവന് തോന്നി ഡെസ്റ്റിന്റെ അപ്രോച്ചിന്റെ രീതികളൊക്കെ മാറി, വേറൊരു അപ്രോച്ച്. കാര്യം മറ്റേ എഡ്ഡി മരിക്കണോട് കൂടിയാണ് ഡെസ്റ്റിന്റെ ഒരു ചേഞ്ച് വരുന്നത്. അവൻ ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പം അങ്ങനെയും ചിലപ്പോൾ മാനസികമായിട്ട് മാറിക്കാണും. അങ്ങനെ എല്ലാവർക്കും മാറ്റങ്ങളുണ്ട് അവരുടേതായ. പിന്നെ ഫിസിക്കലി മറ്റേ ലൂക്കസ് ഒരുപാട് മാറിയിട്ടുണ്ട്, കുറച്ചും കൂടെ മസ്കുലർ ആയിട്ടുണ്ട്. അത് പിന്നെ ഹോളി സൈനഡ് വേറെ. അപ്പൊ ഈ ഹോളി നമ്മള് ഫസ്റ്റ് സീസണിൽ ഹോളിയെ കാണുമ്പോഴത്തേക്കും തീരെ കൊച്ചാണ്. നമ്മളിപ്പോ നമ്മള് വലുതാവുന്നതിനോടൊത്ത് അവളും വലുതായി ഇപ്പൊ നല്ലൊരു മെയിൻ റോളിലോട്ട് തന്നെ വന്ന്. അതിന്റെ ട്രോളൊക്കെ ഉണ്ടായിരുന്നടാ, മറ്റേ ഇവരെല്ലാരും ഈ ഹോളിനെ തപ്പിയാണ് നടക്കണേ. ഇവളൊരു മെയിൻ ക്യാരക്ടർ ആയല്ലോ. അപ്പൊ അവളുടെ ഡ്രീമിലില്ല കേക്കൊക്കെ ഡാൻസ് കളിച്ച് അടകൊമ്മ അങ്ങനത്തെ സാധനങ്ങള്. അപ്പൊ അതൊക്കെയാണല്ലേ. നമ്മൾ പിന്നെ റിവ്യൂ ആയിട്ട് പറയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ഒരിക്കലും മേക്കിംഗ് കൊള്ളാം, മ്യൂസിക് കൊള്ളാം പറയാൻ പറ്റൂല. അത് വേറെ ലീഗാണ്. ടെക്നിക്കൽ സൈഡ് സംസാരിക്കേണ്ട, മ്യൂസിക് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ സീൻ ബൈ സീൻ അവരെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആകെ സംസാരിക്കാൻ പറ്റുന്ന സ്റ്റോറിയെ പറ്റി മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് പറയാൻ ഒരു കാര്യമില്ല. കിടില സ്റ്റോറിയാണ്. പുതിയ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയൊരു നായകനെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ നമ്മള് അതിനകത്തൊരു മറ്റേ വാളിന്റെ കേസൊക്കെ അത് തന്നെ സൂപ്പർ പവേഴ്സ് ഉള്ള ഒരു, അതായത് മനുഷ്യൻ ഇത് നോക്കുമ്പോഴത്തേക്ക് 3 പേരെ 11ന്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്, വില്ലുമായിട്ടുണ്ട്. അതുപോലെ നേരത്തെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ അതിനകത്ത് സ്റ്റീവ് എന്ന് പറയുന്ന ഒരു ഇങ്ങനെ അതിലെ അപ്സൈഡ് ഡൗണിന്റെ ഇതുണ്ടല്ലോ, ആ ഗേറ്റ് അടയുന്നതിന് മുമ്പ് കാർ ഇടിച്ച് കയറ്റി ഒരു വാളിൽ ചെന്നാണ് ഇടിക്കുന്നത്. പക്ഷെ ആ ഗേറ്റ് അടയുന്നതിന് മുമ്പ് അതിനകത്തൂടെ തുറന്ന് കയറാൻ പറ്റി, പക്ഷെ ആ വാളിൽ ഇടിച്ചിട്ട് പോലും അകത്തോട്ട് കയറാൻ പറ്റി. അപ്പൊ വാളെന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആയിട്ട് ഇനി മാറും ഇനി വരും എപ്പിസോഡ്. എന്താണെന്ന് അറിഞ്ഞൂടാ, അതെന്താണ് ക്രിയേറ്റ് ചെയ്തു, എങ്ങനെ വന്നു. നമ്മുടെ മനസ്സിൽ കുറച്ച് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞില്ല അതിനകത്ത്. അത് ആ എപ്പിസോഡിൽ നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ പറയാം. അപ്പോ ഇത്രയും പേര്, അതായത് നേരത്തെ ഇവൻ പറഞ്ഞ കണക്ക് 11ന്റെ സിസ്റ്റർ വില്ല് ഇതെല്ലാം പവർ കിട്ടി ഇവരെല്ലാം ഒരുമിച്ച് വരണമെങ്കിൽ ഇനി വരാൻ പോണ എപ്പിസോഡ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിന് മേളിലാണ്. അത്ര പറയാനുള്ളൂ. പിന്നെ ടൈം ട്രാവൽ നമ്മൾ ഇതുവരെ ഒരു സീസണിലും പറയാത്തൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടൈം ട്രാവൽ ടെംപ്ലേറ്റിൽ അല്ലെങ്കിൽ പോലും ഇതിനകത്ത് വേറൊരു രീതിയിലുള്ള നമ്മുടെ ഇൻസെപ്ഷൻ അതിനകത്തൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡ്രീമിനകത്തോട്ടുള്ള ട്രെയിൻ ട്രാവലും കൂടെ അതിനകത്ത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻസെപ്ഷൻ അങ്ങനെയാണ് ക്രിസ്റ്റഫർ നോളന്റെ.
അങ്ങനത്തെ കുറെ ടൈപ്പ് അല്ലേ. ഈ സ്ട്രേഞ്ചർ തിങ്സ് മാത്രമാണ് എല്ലാം ഉള്ളത്. അത് മറ്റേ ലോസ്റ്റ് അതിനകത്തൊക്കെ അതിനകത്തുണ്ട്. ഞാൻ ഇല്ലെന്നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അവിടെ ഇപ്പൊ ലോസ്റ്റ് ഒക്കെ ആണെങ്കിലും കുറച്ച് ഭയങ്കര ഇഴച്ചിലായിട്ടാണ് കഥ പറയണത്. പക്ഷെ ഇത് ഭയങ്കര പെട്ടെന്ന് പറയുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുകയും ചെയ്യും. അതാണ് എന്റെ ഭയങ്കര ഒരു വിജയം. എന്തായാലും സ്ട്രേഞ്ചർ തിങ്സ് കാണാത്ത നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് എല്ലാവരിലേക്ക് എത്തട്ടെ. അവരും അങ്ങനെ സന്തോഷിക്കട്ടെ ഇതൊക്കെ കണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എന്താണ് ഇപ്പൊ പുതിയൊരു പുതിയ എന്താണ് ഇതുപോലുള്ള വെബ് സീരീസ് വിശേഷങ്ങളുമായി കപ്ലിക്സ് ഉടനെ വരെ.